വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഇന്ന് ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പൂരിക്കോ ചപ്പാത്തി അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ഇടിയപ്പം എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മസാലക്കറി തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങളിതുപോലെയൊക്കെ ചെയ്ത് കാണാതിരിക്കാം. മസാലക്കറി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണല്ലോ. പക്ഷെ എന്നാലും കൂടി ഓരോരുത്തർ ഓരോ മെത്തേഡിലല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം അല്ലേ. വെജിറ്റബിൾസ് എല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കോളിഫ്ലവറും അതുപോലെ ക്യാപ്സിക്കം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. കോളിഫ്ലവർ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൽ പുഴുക്കളുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയാൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു 2-3 സ്പൂണ് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളൊന്നും അധികം കുഴഞ്ഞു പോകാതിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഇതുപോലെ എണ്ണ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിത് ഇനി കറി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഈ എണ്ണയും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഇനി കറി തയ്യാറാക്കാം അല്ലേ. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ബാക്കിയൊന്നുമില്ല, അതൊഴിച്ചു. പിന്നീട് കുറച്ചും കൂടെ എണ്ണ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. കടുക് ചേർക്കണില്ല, ജീരകം മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഒരു 1/4 സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുമല്ലോ, ആ സമയത്ത് 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 സവാള ഞാൻ എടുത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാളയുടെ ഒരു റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ മാറുമല്ലോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചതയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ്. നമ്മുടെ പേസ്റ്റ് ആക്കുന്നതിനേക്കാളും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്, നല്ലൊരു മണം വരുന്നുണ്ട്. അങ്ങനെ ചേർത്തിട്ട് വീണ്ടും അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 തക്കാളി മിക്സിയിൽ അടിച്ചതാണ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ തക്കാളിയുടെ വീണ്ടും ആ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. തക്കാളി ഇതുപോലെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞിടുന്നതിനേക്കാളും ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഗ്രേവിക്ക് ഒരു തിക്നെസ്സൊക്കെ കിട്ടും. അതിന് നമ്മൾ തക്കാളി ഇതുപോലെ മിക്സിയിൽ അടിക്കുന്നത്. അതിനുശേഷം തക്കാളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമല്ലോ, ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ചേർത്തിയത്. അപ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കുക. അതുപോലെ എരിവ് കൂടുതലും ചേർക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടിയാണ്. അതുകൂടെ ചേർക്കുമ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു മണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളമല്ല കേട്ടോ, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർക്കുമ്പോൾ ആ ഗ്രേവിക്ക് ആ ഒരു ടേസ്റ്റ് കുറച്ചൊരു ഒരു മാറ്റം തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഗ്രേവി ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായി തിളച്ച വെള്ളമാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതായത് അതെല്ലാം കൂടി മസാലയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഈ സമയത്ത് നമുക്കിനി നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ മസാലയും അതുപോലെ തന്നെ എല്ലാം ഈ വെള്ളത്തിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഗ്രേവിയിലെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം.
ഈ സമയത്ത് നമുക്ക് ലേശം ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല പൗഡർ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല, നമ്മളിപ്പോൾ പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്കായ്, അതുപോലെ തന്നെ പെരിഞ്ചീരകം, കുറച്ച് കുരുമുളകോ അങ്ങനെ എല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറും നല്ല മണമല്ലേ വരുന്നത്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങണതിനേക്കാളും. അപ്പോൾ അതുപോലെ മസാല പൗഡറും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തല്ലേ ഉള്ളൂ, ഒന്ന് വാട്ടിയെടുത്തല്ലേ ഉള്ളൂ വെജിറ്റബിൾസ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരും, ഇതുപോലെ ഒന്ന് വെന്ത് വരും. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് കസൂരി മേത്തി കുറച്ച് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം ഉള്ള കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നന്നായിട്ട് വെജിറ്റബിൾസ് നന്നായി വെന്ത് കിടമല്ലോ. അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് മല്ലിയിലയും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാത്തിനും നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. പുട്ടിൻ്റെ കൂടെയോ അതുപോലെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും വിട്ടുപോകരുത്. നമുക്ക് നല്ല വീഡിയോസുമായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.